സിനിമകൾക്ക് അഭിലാഷേട്ടൻ ഇതുവരെ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഓൾമോസ്റ്റ് എല്ലാം കണ്ടിട്ടുണ്ടാവില്ല, പരിചയം ഉണ്ടാവില്ല. എന്താണ് ആളെ കുറിച്ചുള്ള അഭിപ്രായം? ഫേസ്ബുക്ക് ഫ്രണ്ട് ആണെന്നേ ഉള്ളൂ, അല്ലാതെ വിളിയും കാര്യങ്ങളൊന്നും. ഞാൻ ചോദിച്ചത് പുള്ളി ചെയ്തിരിക്കുന്ന കോണ്ടന്റുകളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, എന്താണ് അതൊക്കെ കാണുമ്പോൾ തോന്നിയത് ഒരു സാധാരണ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ? കലാഭവൻ മണിച്ചേട്ടന്റെ പാട്ട് പാടി ആ സൗണ്ട് ഒക്കെ കൊടുത്തിട്ടില്ലേ, അപ്പോഴാണ് ഫ്രണ്ട് ആയത്. പുള്ളിക്ക് നല്ല കഴിവുണ്ട്. ഒരു മിനിറ്റ് ചോദിക്കാം, അഭിപ്രായം അറിയട്ടെ. കൂടെ ഉള്ള ആളുകൾ എന്താണ് അഭിലാഷേട്ടത്തെ പറ്റി ചിന്തിച്ചു വെച്ചേക്കണെന്ന് അറിയണമല്ലോ. അല്ല, എന്റെ കൂടെ നല്ല രീതിയിലാണ്. അങ്ങനെയല്ല ചോദിച്ചേ, എന്താണ് പുള്ളിനെ പറ്റിയുള്ള ഒരു അഭിപ്രായം മൊത്തത്തില്? ഇതുവരെ ചെയ്തിരിക്കുന്ന കോണ്ടന്റുകളും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴും പുള്ളി ഇങ്ങനെ ചെയ്ത് നടക്കേണ്ട ഒരാളാണോ? കൂടെ ഉള്ള ആളുകളാ പറയണം. ഒരുപാട് സിനിമയൊക്കെ കിട്ടേണ്ടതാണ്, നല്ല കഴിവുള്ള വ്യക്തിയാണ്. പിന്നെ തമാശ കാര്യങ്ങളൊക്കെ പുള്ളി സംസാരിക്കുന്നത് തന്നെ തമാശയാണ്. ഇങ്ങനെ നടക്കേണ്ട ഒരു വ്യക്തിയാണ്. അതന്നെയാണ് പറയാനുള്ളത്. അങ്ങനത്തെ കമന്റുകളൊക്കെ കേൾക്കുമ്പോ എന്താ തോന്നാറ്? നമുക്ക് ഒരു ആനന്ദ കണ്ണീര് ഇപ്പൊ തന്നെ സിനിമകള് പറഞ്ഞപ്പോഴായി. അപ്പൊ ചെറിയൊരു എന്റർടൈൻമെന്റ് കൊടുക്കാം സിനിമകൾക്ക്. കാരണം ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു നടനെ ഞാൻ അവതരിപ്പിക്കും. അദ്ദേഹം മൺമറഞ്ഞു പോയെങ്കിലും അദ്ദേഹത്തിന്റെ മകനായിട്ട് ഇപ്പൊ നമ്മൾ നല്ല സൗഹൃദം നിസാർ മാമുക്കോയൊക്കെ ആയിട്ട് സൗഹൃദമാണ്. അപ്പൊ സിനിമകളൊന്ന് പൊട്ടിച്ചിരിക്കാൻ വേണ്ടിയാണ് ഈ നമ്പർ അവതരിപ്പിക്കുന്നത്. മാമുക്കോയൊക്കെ അദ്ദേഹത്തിന്റെ ഒരു പഴയകാല സിനിമയിൽ നിന്ന് ഒരു ഡയലോഗ്സ് ഞാൻ എടുക്കാം. റാഞ്ചി റസ്മിക്ക്. അപ്പൊ അത് ഒറിജിനലായിട്ട് തോന്നുവാണെങ്കിൽ കൈ ശരിക്കും കാണിച്ചോളാം, തലയിൽ അല്ല കൂവോ, അല്ലെങ്കിൽ ഈ കൈ ഇതിന്റെ രണ്ട് സൈഡിലേക്ക് ആയി വരരുത് കേട്ടോ. ഓക്കെ, റെഡി? വാലിസ്ന എവിടെയാണ് മോനെ നീ എവിടെ ഉറച്ചിരിക്കുന്നേ? കുറച്ചോന്നടുത്ത് നമുക്ക് തരാനുള്ള പൈസ, അല്ലെങ്കിൽ ഓള് കെട്ടി തൂങ്ങിച്ചാവെന്ന് പറഞ്ഞ വേള. എന്റെ പൊന്ന് വാലിസ്ന, മത്താഴ്ച ഒന്നും പറഞ്ഞു കൊടുക്കുക നമ്മളെ അവസ്ഥ. മോനെ വാലിസ്ന, അടുത്ത ആഴ്ച വരുമ്പോ നമ്മൾ കുറച്ച് ആളെ കൂട്ടി വരും. വേറെ ഒന്നിനല്ല, നിന്നെ തല്ലാനോ അല്ലാനോ നല്ല വാലിസ്ന. നമ്മളിവിടെ കിടന്ന് മയ്യത്തായി കഴിഞ്ഞാൽ നമ്മളെ മയ്യത്ത് നാട്ടിലൊക്കെ കൊണ്ടാനാ വാലിസ്ന. അഞ്ച മോനെ. അല്ല, ഞാൻ കണ്ട ഇതേപോലെ കഴിവുള്ള ഒരു വ്യക്തി ഇതേപോലെ കോപ്രായങ്ങൾ കാണിക്കുമ്പോൾ സാധാരണ ഒരു ഓഡിയൻസിനാണെങ്കിലും. ഞാൻ എന്റെ ചാനലിൽ ഏറ്റവും ആദ്യമായിട്ട് നിങ്ങൾ ഇന്റർവ്യൂ എടുക്കാൻ വന്നപ്പോ ശരിക്കും നിങ്ങൾ പാട്ട് പാടാനായിട്ട് കണ്ണീര് വന്നാണ് എന്റെ. അത്രത്തോളം നിങ്ങൾ നല്ല കഴിവുള്ളൊരു കലാകാരനാണ്. അതിനുശേഷം നിങ്ങൾ കുറെ കോമാളിത്തരങ്ങൾ കാണിച്ച് നടക്കണ കാണുമ്പോ ബായ് പറഞ്ഞുകൊണ്ടൊരു കാര്യം വേണ്ടേ. ഇനിയിപ്പോ നമ്മള് മണിച്ചേട്ടന്റെ പാട്ട് സങ്കടം വരും മണിച്ചേട്ടൻ. പക്ഷെ മണിച്ചേട്ടന്റെ ഈ ഒരു പാട്ടിന്റെ ഒരു വരി കേട്ടപ്പോ മാത്രമാണ് എനിക്ക് ശരിക്കും ഫീലിങ്സ് ഉണ്ടായുള്ളൂ. സാറ് മുമ്പായി കൊച്ചാണ്ടൊക്കെ കേൾക്കുമ്പോ നമുക്കൊരു ഫീലിങ്സ് എന്ന് വെച്ചാൽ ഒരു സങ്കടം തോന്നിയിട്ടില്ല. ഈ ഒരു വരി കേൾപ്പിക്കട്ടെ, ജസ്റ്റ് ആ വരി മാത്രം. കാര്യം ചക്ക നല്ലതാണോപ്പേ, നമ്മുക്കുണ്ണി വലിയതല്ലോപ്പേ, മറ്റാർക്കും ഈ ഗതി കേണ്ടി വരുത്തല്ലേ പൊന്നേ. അമ്മയുടെ തങ്കക്കൂടമ്മേ നീ എവിടെ? തെക്കേ പുറത്തെ പ്ലാവ്മൻ്റൊപ്പേ വരിക്ക ചക്കിണ്ട്. ആ ചക്കയുടെ കാര്യം അതോർക്കുമ്പോൾ തേങ്ങിടുന്നോപ്പേ. ചക്കാമുറത്തിലതിട്ട് പൊന്നുണ്ണീനെ തോളിലതിട്ട് മൊളിപ്പാട്ടു പാടിയ നേരം കുഞ്ഞുറങ്ങി. ആ ഉറക്കം പൊന്നും കട്ടെ സഹിച്ചൂടാ. ഉമ്മാനത്തെ ചായ്പിരിയിലൊപ്പേ കാലൊടിഞ്ഞ കട്ടിലതുണ്ട്. കട്ടിലുമ്മ മൂടി പുതച്ച് ഉണ്ണിടച്ചൻ, കട്ടിലുമ്മ മൂടി പുതച്ച് ഉണ്ണിടച്ചൻ കാലം കഴിക്കണ്. എന്നോടൊന്നും മിണ്ടിയിട്ടെത്ര നാളായേ പൊന്നെ. ആ ഉറക്കം പൊന്നും കെട്ടെ. ആ ഒരു പാട്ട് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യും. ചക്കുകുരു തൊണ്ടയില് കുടുങ്ങി. അത് കാരണം പല കുട്ടികൾ ഇന്നത് അറിയാലോ, ആക്സിഡന്റിലും പലതിലും കഴിഞ്ഞ വാർത്തകളിലൊക്കെ പലതില്ലേ. അപ്പൊ നമുക്ക് ആ മണിച്ചേട്ടന്റെ, കാരണം അദ്ദേഹം മരിച്ചപ്പോഴൊരു, അദ്ദേഹം നമ്മളെ വിട്ട് പോയപ്പോഴൊരു പാട്ട് രണ്ടുപേരും. നേരെ പടിഞ്ഞാറ് സൂര്യൻ താനെ മറയുന്ന സൂര്യൻ, ഇന്നലെ ഈ തറവാട്ടില് തത്തി കളിച്ചൊരു പൊൻ സൂര്യൻ. തെല്ല് തെക്കേ പുറത്തെ മുറ്റത്ത് 6 അടി മണ്ണിലുറങ്ങയല്ലോ. തെല്ല് തെക്കേ പുറത്തെ മുറ്റത്ത്
ആറടി മണ്ണിലുറങ്ങയല്ലോ, ആ ഒരു ഫീലിങ്സ് ഉണ്ടായിരുന്നത്. അതാ ഇപ്പൊ നമ്മുടെ നവാസ്ക ഒരു വാക്ക് പറഞ്ഞു, ഒരു ഇന്റർവ്യൂല് പറഞ്ഞു, അതുപോലെ തന്നെ സംഭവിച്ചെന്ന് പറഞ്ഞ ചില വാക്കുകൾ അല്ലെ, ചില വാക്കുകൾ നമുക്ക് പെട്ടെന്ന് ഇതായി പോകുന്നു. പക്ഷെ ആ ഒരു പാട്ട് അദ്ദേഹം എഴുതിയില്ലേ, ആ മരണത്തിന് സമയത്ത് ആ പാട്ട് റിലീസ്, ആ പാട്ട് ഇട്ട് കഴിഞ്ഞപ്പോ നമുക്കുണ്ടായിരുന്ന ഫീലിങ്സ്. മണിച്ചേട്ടൻ പിന്നെ നമുക്ക് കരച്ചിൽ വന്നേക്കണെന്ന് പറയുന്ന ഒരു ചോറ്, ഒരു പയ്യൻ വന്നിട്ട് വിശക്കോ എന്ന് പറയണ്ടേ, അതിന്റെ ഒരു കഥ പുള്ളി പറഞ്ഞായിരുന്നു ഇതില്. ഒരു ഷൂട്ടിങ്ങിന് ഇടയ്ക്ക് വന്നിട്ട് എനിക്കൊരു ഒരു കുറച്ച് ചോറ് തരാമെന്ന് പയ്യൻ ചോദിക്കും, മണിച്ചേട്ടൻ തരാന്ന് പറയും. അന്നൊന്ന് ചോറ് തീർന്നു. അപ്പൊ പയ്യൻ ചോറ് തീർന്നില്ലെന്ന് ചോദിക്കുമ്പോ മണിച്ചേട്ടൻ കഴിച്ചോടുന്ന ചോറിലെ പകുതി കൊടുത്തു. അന്നേരം അവന് ആർത്തിയോടെ തിന്നു പറഞ്ഞ പുള്ളി അയ്യോ കണ്ണിക്കടയിലെ കുടുകുടുകൂടാന്ന കണ്ണീര് വീണത്. ആങ്കറിങ് ആയിട്ടിരിക്കുന്ന പെങ്കൊച്ച് ഇങ്ങനെ തുറച്ചു കളഞ്ഞത് മണിച്ചേട്ടൻ. അത് ആ ഒരു വീഡിയോ എത്ര ലക്ഷം ആൾക്കാർ കണ്ടു എന്ന് എനിക്കറിയില്ല. കാരണം അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, അങ്ങനെയുള്ള കുറച്ച് മനുഷ്യരാണ് ഉള്ളൂ.